ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിമിഷ സ്മാർട്ട് കുക്കിംഗ്. നിങ്ങളുടെ എല്ലാവരും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഞ്ചാബി ആലു പരാഠയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയോ ലഞ്ചിനോ അല്ലെങ്കിൽ ഡിന്നറിനാണെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നല്ല ഹെൽത്തി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഏറ്റവും ആദ്യം 250 ml കപ്പിന് 3 കപ്പ് ഞാൻ ഗോതമ്പ് പൊടി എടുത്ത് നമ്മൾ നോർമൽ ചപ്പാത്തിക്ക് കുഴയ്ക്കാൻ എടുക്കത്തില്ല, ആ പൊടി തന്നെ എടുത്തേക്കുന്നത്. അതിൽ 2 ടേബിൾ സ്പൂൺ നമുക്കാണെങ്കിൽ കടലമാവ് ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ നമുക്ക് അരിമോദം ഇട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം, പിന്നെ 2 ടീസ്പൂൺ നമുക്ക് നെയ്യും കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിനെക്കാട്ടി ഇച്ചിരി സോഫ്റ്റായിട്ട് വേണം കുഴയ്ക്കാനായിട്ട്. ഞാൻ എപ്പോഴും കൂട്ടിന് സ്റ്റഫ്ഡ് പൊറോട്ട നമ്മൾ എന്ത് റെഡിയാക്കിയാലും നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പിന്നെ പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് കൂടുതലാണ്. പരത്തുമ്പോഴൊക്കെ പൊട്ടിപ്പോവത്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കും, ഇതുപോലെ നെയ്യൊക്കെ എല്ലായിടത്തും ഒരുപോലെ ആവുന്നവരെ. പിന്നെ അതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച്, ഒത്തിരി വെള്ളം എടുത്തൊന്നും ഒഴിച്ച് കൊടുക്കല്ലേ, കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് സോഫ്റ്റായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എങ്ങനെ റെസിപ്പീസ് എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നറിയുക. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോലെ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് എന്തൊക്കെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ അറിയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ അതായത് ആട്ടയൊക്കെ നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലാണെങ്കിൽ 1 ടീസ്പൂൺ നമുക്ക് നെയ്യും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്നും കൂടെ ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്കൊരു 15 മിനിറ്റത്തേക്ക് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അതുവരത്തേക്ക് നമുക്ക് നമ്മുടെ സ്റ്റഫിങ് റെഡിയാക്കി എടുക്കണ്ടേ. അപ്പം ഞാനാണെങ്കിൽ ഒരു 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കാണെങ്കിൽ ആദ്യം കുറച്ച് നേരം മുന്നേ തന്നെ പുഴുങ്ങി വെക്കണേ. നന്നായി തണുത്തതിന് ശേഷം വേണം നമ്മളിത് ചെയ്യാനായിട്ട്. നമ്മൾ ചൂടോടെ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഒരു പശ പോലെ ഇല്ലയോ, അപ്പോൾ അത് കാരണം കൊണ്ട് നന്നായിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല കേട്ടോ. ഭയങ്കര കുഴഞ്ഞ് ഒട്ടിയിരിക്കുന്ന കൂട്ടാവും. അപ്പോൾ അത് കാരണം കൊണ്ട് പറ്റുവാണെങ്കിൽ ഒരു മണിക്കൂർ മുന്നെങ്കിലും നന്നായി നമുക്ക് പുഴുങ്ങി ഒന്ന് വെക്കണം കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ഗ്രേറ്ററിനകത്ത് വലിയ സൈഡില്ലേ, അതിൻ്റെ ആ ഗ്രേറ്ററിനകത്ത് ഞാൻ ചിരണ്ടി എടുത്ത് ഇതുപോലെ വെച്ചിട്ടുണ്ട്. നമുക്കാണെങ്കിൽ പൊടിയായി അരിഞ്ഞ് സവാളനകത്ത് ഇട്ട് കൊടുക്കാം. സവാള പൊടിയായി അരിഞ്ഞ് ചോപ്പറിനകത്ത് അരിഞ്ഞിടുക, അല്ലെങ്കിൽ പിന്നെ ആണെങ്കിൽ ചോപ്പർ ഇല്ലെങ്കിൽ നമ്മളിതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് നമുക്ക് ഇളക്കി ഒന്ന് മാറ്റി വെച്ചാൽ മതി കേട്ടോ കുറച്ച് നേരത്തേക്ക്. അപ്പോൾ അതിൻ്റെ വെള്ളം എക്സ്ട്രാ ഒക്കെ ഏതാ വരുന്നത് വെച്ചാൽ അതെല്ലാം പിഴിഞ്ഞ് മാറ്റിയ ശേഷം വേണേ ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ പറാട്ട പരത്തുമ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഒരു 3-4 പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. മക്കൾ പച്ചമുളക് കഴിക്കുന്നില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ മല്ലിയില അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ നമുക്ക് മല്ലിപ്പൊടി, 1 ടീസ്പൂൺ നമുക്ക് ഗരം മസാല, പിന്നെ 1 ടീസ്പൂൺ നമുക്ക് ചാറ്റ് മസാല, പിന്നെ 1 ടീസ്പൂൺ നമുക്കാണെങ്കിൽ ഡ്രൈ മാംഗോ പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ നമുക്ക് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിൻ്റെ മേളിൽ കൂടെ കുറച്ച് ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇച്ചിരി മക്കൾക്ക് സ്പൈസി ആയിട്ട് കഴിക്കാനാണ് താല്പര്യം കൂടുതൽ, അപ്പോൾ അത് കാരണം ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല, സ്കിപ്പ് ചെയ്യാം. ഇപ്പോൾ നമ്മളാണെങ്കിൽ സ്റ്റഫിങ് റെഡിയാക്കിയ ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കണേ, ഉപ്പ് എരിവ് പുളി എല്ലാം പാകത്തിനുണ്ടോ ഇല്ലയോ എന്ന്. എന്നിട്ട് നമുക്കിനി കാണാം എങ്ങനെയാണ് ഇത് പരാഠ നമുക്ക് റെഡിയാക്കണ്ടേന്ന്. അപ്പോൾ നമ്മൾ സ്റ്റഫിങ് എല്ലാം റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ആട്ടയെ കുഴച്ച് നന്നായിട്ട് റെസ്റ്റായി വന്നിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റത്തേക്ക് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് സോഫ്റ്റായിട്ട് കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ തന്നെ പറ്റും. നല്ല സോഫ്റ്റായിട്ടാണ് ഞാൻ കുഴച്ചേക്കുന്നത്. അപ്പം ചപ്പാത്തിക്ക് ഉരുളെടുക്കുന്നതിനെക്കാട്ടി കുറച്ച് വലുതായിട്ട് ഉരുള വേണം എടുക്കാനായിട്ട് പരാഠയ്ക്ക്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് റോൾ ചെയ്തതിന് ശേഷം ഗോതമ്പ് പൊടിക്ക് അതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. പിന്നെ അതിന് ശേഷം സൈഡിൽ കൂടെ ഇതുപോലെ പ്രസ് ചെയ്ത് കനം കുറച്ച്, നടുക്ക് ഭാഗം കനം കുറയ്ക്കേണ്ട ആവശ്യമില്ല, നമുക്ക് സ്റ്റഫിങ് നിറയ്ക്കാനുള്ളില്ല അത്. അപ്പോൾ അത് കാരണം കൊണ്ട് നടുക്ക് ഭാഗത്തല്ല സൈഡ് ഭാഗമൊക്കെ ഇതുപോലെ കനം കുറച്ച് ഒരു കട്ടോരി ഷേപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കത് സ്റ്റഫിങ് നന്നായി നിറച്ച് കൊടുക്കണം. സ്റ്റഫിങ് നന്നായി നിറച്ച് കൊടുത്താലേ അതിൻ്റെ ടേസ്റ്റ് ശരിക്കും പുറത്തെടുത്ത് അറിയിക്കത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കണ്ടില്ലേ, നല്ല ഫുള്ളായിട്ട് നിറച്ചതിന് ശേഷം ഇതുപോലെ അമക്കി നടുക്കുന്ന് കനം കുറയ്ക്കൽ, മേളിൽ നിന്ന് കനം കുറച്ച് ഇങ്ങനെ വലിച്ച് വലുതാക്കി കൊണ്ടുവരണം. എന്നിട്ട് ഇതുപോലെ സീൽ ചെയ്തെടുത്താൽ മതി. നല്ല സിമ്പിളല്ലേ. ഇപ്പോൾ നമ്മളിത് റോൾ ചെയ്തതിന് ശേഷം പെട്ടെന്ന് ഇങ്ങനെ പരത്താൻ തുടങ്ങല്ലോ കേട്ടോ. നന്നായിട്ട് എല്ലായിടത്തും സ്റ്റഫിങ് ആവാനായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഗോതമ്പ് പൊടിക്ക് അത് ഡസ്റ്റ് ചെയ്തതിന് ശേഷം ലൈറ്റായിട്ട്, ഒത്തിരി ഒന്നും പ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒത്തിരി അമർത്തിയൊന്ന് നമുക്ക് പരത്താൻ പാടില്ല, അല്ലെങ്കിൽ എല്ലാം പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ലൈറ്റായിട്ട് ഇതുപോലെ പരത്തിയെടുക്കുക. പിന്നെ ഒരു തിക്നെസ്സിൽ വേണേ പരത്തിയെടുക്കാനായിട്ട്. പരാട്ട എപ്പോഴും ഇച്ചിരി തിക്കായിട്ട് തന്നെ വേണം ഉണ്ടാക്കാനായിട്ട്. ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് കനം കുറച്ച് പരത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു സൈഡ് ഞാൻ തവ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. തവ നന്നായി ചൂടായി കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ചുട്ടെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കാം. ഇത് തവയിലിട്ടതിന് ശേഷം നമുക്ക് ഒരു സൈഡായി കഴിയുമ്പോൾ തിരിച്ചിട്ട് വേറെ സൈഡ് നമുക്ക് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം.
പിന്നെ മുകളിൽ നിങ്ങൾക്കാണെങ്കിൽ എണ്ണയോ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇട്ടോ. പറാട്ടയൊക്കെ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി നെയ്യാണ് നല്ല ടേസ്റ്റ് വരുന്നത്. പിന്നെ അത് തന്നെയല്ല നമ്മൾ കടലമാവൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല പുറത്തെ ലെയർ നല്ല ക്രിസ്പി ആയിട്ട് നല്ല കിട്ടും. ഇവിടെയൊക്കെ അതുപോലെയൊക്കെയാണ് കഴിക്കാൻ ഇഷ്ടം കൂടുതൽ മക്കൾക്ക്. അതുകൊണ്ട് ഞാൻ ഇതുപോലെ നെയ്യൊക്കെ ഒഴിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കരിഞ്ഞൊന്നും പോവാതെ നന്നായിട്ട് നമുക്ക് തിരിച്ചും മറിച്ചിട്ട് ചുട്ടെടുക്കാവുന്നേ ഉള്ളൂ. ഇത് ചായയുടെ കൂടെയോ നോർമൽ അച്ചാറിൻ്റെ കൂടെ ആണെങ്കിലും സെർവ് ചെയ്യാവുന്ന, അല്ലെങ്കിൽ ഇച്ചിരി തൈര് ഉണ്ടെങ്കിലും നല്ല അടിപൊളിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. മക്കൾക്ക് ടിഫിനൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും അവർ കൊണ്ടുപോയി എൻജോയ് ചെയ്യും. അത്ര നല്ല ഒരു അടിപൊളി ഹെൽത്തി റെസിപ്പിയാണ്. അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോലെ. നാളെ എന്തൊക്കെയാണ് വീഡിയോസ് കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ എന്നെ അറിയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.